സേ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണോ നിങ്ങൾ? ഞാനിവിടെ പറയാൻ പോകുന്നത് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. മാത്സ് സേ എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും കേട്ടിരിക്കുക. ഇനി അതുകൂടാതെ ഒരു ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുറച്ച് കാറ്റഗറി കുട്ടികൾ കൂടി ഇത് ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാത്സിന് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ A+ വിചാരിച്ചു, അത് Aയിൽ ഒതുങ്ങി, അല്ലെങ്കിൽ B+ ഒതുങ്ങി. നിങ്ങൾ A വിചാരിച്ചു, അത് Bയിലോ C+ലോ ഒതുങ്ങി. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. മാത്സ് നമ്മൾ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്, ഇപ്പോൾ മാത്സ് സേ ഒന്ന് ഫെയിലായ കുട്ടികൾക്ക്, ആ വിഷയം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എഴുതാം. 2, നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചോ, വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഇവിടെ എഴുതി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ എഴുതി നോക്കിയിട്ട് കാര്യമുണ്ടോ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഇത് അഡ്മിഷൻ ഉപയോഗിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വരും. നിങ്ങളുടെ ഒരു 3rd അലോട്ട്മെൻ്റ് ഒക്കെ ആകുന്ന സമയത്ത് ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്തായാലും വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, കുറച്ചുകൂടി വൈകിയാൽ പോലും നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനുകളിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനുകളിൽ എന്തായാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ റിസൾട്ടുകൾ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ, നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി നോക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാത്സ്. ഓക്കെ അല്ലേ? നമുക്ക് എക്സാം സ്വാഭാവികമായും എല്ലാ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുകളും കുറച്ച് ലിബറലായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ലിബറൽ ആവാൻ തന്നെയാണ് ചാൻസ്. അതുകൊണ്ട് മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും എഴുതി നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആ വിഷയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഏതൊക്കെ ചാപ്റ്ററുകൾ നിർബന്ധമായും പഠിക്കണം, അല്ലേ? വിഷയം നഷ്ടപ്പെട്ട ആൾക്കാർ കേട്ടല്ലോ, മാർക്ക് കൂടുതൽ വേണ്ട കുട്ടികൾ എല്ലാ ചാപ്റ്ററുകളും കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇനി അതല്ല, വിഷയം നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണം? നിങ്ങൾക്ക് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും പാടാണ്, അത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് ഒരുപാട് കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. ആ സംശയമാണ് ഇവിടെ തീർക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു തുടങ്ങേണ്ടത് മെട്രിക്സും ഡിറ്റർമിനൻസും ആണ്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. വെറുതെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും മാത്രമേ ഉള്ളൂ. നിർബന്ധമായിട്ടും പഠിക്കുക. സമയമെടുത്ത് ചെയ്ത് നോക്കി തന്നെ പഠിക്കുക. നിർബന്ധമായിട്ടും പഠിക്കുക. അത് കഴിഞ്ഞ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, മറ്റേ ഗ്രാഫ് വരയ്ക്കുന്ന പരിപാടി, അതിൻ്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് വരച്ച് തന്നെ പഠിക്കുക കേട്ടല്ലോ. ഇനി മറ്റേ അവസാന ദിവസം വന്നിരുന്ന് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി മറിക്കാൻ നോക്കിയാൽ മറിഞ്ഞ് തീരൂല. ഇപ്പോൾ തന്നെ കുറേശ്ശെ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ് മാർക്കല്ല, അതിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്ന ചാപ്റ്ററുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പിന്നെ ഇത് 3ഉം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്റ്ററും 3Dയിലേക്കും കിടക്കാം. വെക്റ്ററിൻ്റെയും 3Dയുടെയും കൺസെപ്റ്റ് ഒറ്റയടിക്ക് പഠിച്ച് ഒരുമിച്ച് പഠിക്കുന്നത് എളുപ്പമാണ്. ഇനി അതല്ല, നിങ്ങൾ ഈ ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ 5 ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് കൃത്യമായിട്ട് പഠിച്ച് ഇതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് 20നും 25നും ഇടയ്ക്ക് മാർക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഉറപ്പ്, 100% ഉറപ്പ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യനുകൾ ടഫാണെന്ന് വിചാരിച്ചോ, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അഡീഷണൽ 3 ചാപ്റ്ററുകളുടെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് നോക്കുക. ഈ പ്രോബബിലിറ്റിയിൽ നിന്നൊക്കെ ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ബേസ് തിയറം ഒക്കെ. അപ്പോൾ നിർബന്ധമായിട്ടും അതൊന്ന് പഠിച്ച് വെക്കുക. പിന്നെ എന്താണ്, നമ്മളുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വാല്യൂ കൊണ്ട് പഠിക്കാൻ. ആകെ 3 ടൈപ്പ് ക്വസ്റ്റ്യനേ അതിൻ്റെ അകത്തുള്ളൂ. അത് 3ഉം പഠിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് തീർത്തിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ നിന്ന് 1, 2, 3 ക്വസ്റ്റ്യനുകൾ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കാൽക്കുലസ് എന്ന് പറയുന്ന സെഷൻ, അതായത് ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ തൊട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററുകൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും കേട്ടല്ലോ. അപ്പോൾ പഠിക്കേണ്ട ഓർഡർ മനസ്സിലായല്ലോ. ഇത് 5 എണ്ണം ആദ്യം ക്ലിയർ ചെയ്യുക, ഇത് 5 എണ്ണം ആദ്യം ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഒരു സേഫ്റ്റിക്ക് നമ്മൾ ഈ 3 ചാപ്റ്റർ കൂടി കവർ ചെയ്ത് വെക്കുവാണ്. അത് മുഴുവൻ പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതിൻ്റെ കുറേശ്ശെ ഭാഗങ്ങൾ നിങ്ങളെടുത്ത് പഠിക്കുക. ഇത്രയും പഠിച്ചാൽ മക്കളെ നിങ്ങൾക്ക് പാസ് മാർക്കല്ല, നല്ല മാർക്ക് ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് പഠിക്കുക. നിങ്ങൾ എന്താണ് ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പോർഷൻ പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടാവും. ഇനി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണ് കാൽക്കുലസിൻ്റെ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ്റെ ഫുൾ പോർഷൻ പഠിക്കണ്ട. അതിൻ്റെ അകത്ത് ഇപ്പോൾ EYQൽ ചോദിക്കുന്ന ഒരു സെയിം മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരേ മോഡൽ തന്നെ കുറേ തവണ ഇരുന്ന് ചെയ്യുക. അപ്പോൾ ആ സെയിം മോഡൽ എങ്ങാനും ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റും. ഇത് നമ്മൾ പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ, ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണം, നിങ്ങൾക്ക് സംശയമുള്ള കാര്യമാണ്. ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇത് 5 എണ്ണം, പിന്നെ ഒരു സേഫ്റ്റിക്ക് ഇവരെ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടല്ലോ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി വേറൊരു സമയത്തേക്ക് ഇത് മാറ്റി വെക്കരുത് കേട്ടല്ലോ. ഒരു ചാൻസ് കൂടി തന്നിരിക്കുകയാണ്. ഈ ഒരു തവണ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇപ്പോൾ ഇനി ഇത് എവിടെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. നിങ്ങളെ ജയിപ്പിച്ച് അഡ്മിഷനിലേക്ക് എത്തിക്കുക എന്നത് മുന്നിൽ നിർത്തിയാണ് നമ്മൾ സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ മിക്ക കോഴ്സുകൾക്കും ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സേ ബാച്ച് ഇല്ല. വെറുതെ തട്ടിക്കൂട്ട് നേരത്തെ സാധനങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം മുതൽ നിങ്ങൾക്ക് സേ ബാച്ചുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം, ഓരോ സബ്ജക്റ്റ് വൈസാണ് നമ്മൾ സേ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ജോയിൻ നൗ എന്ന് പറയുന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റിലേക്ക് പോവുക. ഒരു സബ്ജക്റ്റിന് നമ്മൾ 999 മേടിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാത്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, നിങ്ങൾ മാത്സ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. മാത്സിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സിൽ നിങ്ങൾക്ക് നേരത്തെ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫുൾ ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും NCERTയും എല്ലാം ഉണ്ടാവും. ഇത് കൂടാതെ ശ്രദ്ധിക്കണം, സേയ്ക്ക് വേണ്ടി പറ്റിയ ഏറ്റവും കിടിലൊരു സാധനം നമ്മളുടെ കയ്യിലുണ്ട്. അതായത് എല്ലാ ചാപ്റ്ററുകളുടെയും വൺ ഷോട്ട്. നിങ്ങൾ യൂട്യൂബിൽ കണ്ട വൺ ഷോട്ട് അല്ല, നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വൺ ഷോട്ട് അല്ല, അതല്ലാതെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ചാപ്റ്ററുകളുടെയും വൺ ഷോട്ട് കേട്ടല്ലോ. എല്ലാ ചാപ്റ്ററുകളുടെയും, ഞാൻ മാത്രം എടുത്തിട്ടുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും വൺ ഷോട്ട് ഒരു സെപ്പറേറ്റ് ഐക്കണായിട്ട് നിങ്ങൾക്കുണ്ട്. എല്ലാ ചാപ്റ്ററുകളുടെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് അവിടുന്ന് പഠിക്കാം. അപ്പോൾ നമ്മളുടെ വൺ ഷോട്ട് സീരീസ് അല്ലെങ്കിൽ വൺ ഷോട്ട് എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക്. ഇതല്ലാതെ ഇനി നിങ്ങൾക്ക് വൺ ഷോട്ട് മാത്രം പോരാ, നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം ചില ചാപ്റ്ററുകൾ. ആ ചാപ്റ്ററുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോകളും ഇതിൻ്റെ അകത്തുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെ കൂടാതെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ലൈവുകൾ തരും. ഓരോ ചാപ്റ്ററുകളുടെയും അഡീഷണൽ ലൈവുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെ സെറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ പഠിക്കുക. ഇനി എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ടെൻഷൻ ഉണ്ടാവും, കുറേ ബുദ്ധിമുട്ടുണ്ടാവും, കുറേ സങ്കടമൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കുക. 1 മാസം പഠിക്കുക. ഈ സങ്കടമൊക്കെ അപ്പം മാറും. ഇപ്പോൾ സങ്കടപ്പെട്ടിരുന്ന അപ്പോഴും സങ്കടപ്പെടേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ ആ സങ്കടമൊക്കെ മാറ്റുക. ഇപ്പം ഇരുന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് ജയിച്ചിരിക്കും നിങ്ങൾ. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ പോലെ പഠിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് ജയിച്ചിരിക്കും. ഇതെൻ്റെ വാക്കാണ്.